വാലൈക്കും അസ്സലാം. ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്താണ്? കൂപ്പിൽ ഇപ്പൊ മരം വെട്ടില്ല. ഞങ്ങളൊക്കെ വലിയ കഷ്ടത്തിലാണ്. ഹാജിയാര് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എല്ലാരും കൂടി എടുത്തോളി. തീരെ ബുദ്ധിമുട്ടുമ്പോ ഇനിയും ചോദിക്കാൻ മടിക്കണ്ട. ഞങ്ങൾ വരട്ടെ. ഇൻഷാ അല്ലാ. എനിക്ക് ഇതിനേക്കാൾ വലിയൊരു കാര്യം പറയാനുണ്ട്. എന്താ പരമു? ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയ പണപ്പെട്ടിയും കൊണ്ടേ പള്ളി വരാൻ ഒക്കൂ. എടാ, പാവങ്ങളോട് കരുണ കാണിച്ചാലേ പടച്ചോ നമ്മോട് കരുണ കാണിക്കൂ. നീ വണ്ടി വിട്. വീട്ടിലേക്കല്ലേ? പരമു, നമ്മുടെ റഹീമിന്റെ ട്യൂഷൻ ക്ലാസിന്റെ മുമ്പേ ഒന്ന് നിർത്ത്. മോൾ അവിടെ കാണും. ട്യൂഷൻ കഴിഞ്ഞെങ്കിൽ അവളെയും കൂട്ടിപ്പോവാം. ക്ലിയോപാട്രയിൽ നിന്നും പ്രചോദനം ലഭിക്കുന്നെങ്കിൽ ആന്റണി എന്നും ആന്റണി തന്നെയാണ്. ഇപ്പോഴാകട്ടെ പ്രേമദേവതയോട് നമുക്കുള്ള സ്നേഹത്തിന്റെ പേരിൽ അവളുടെ മൃദുലങ്ങളായ നാഴികകളെ പരിശോക്തികൾ കൊണ്ട് പാഴാക്കാതിരിക്കുക. ആഹ്ലാദപൂർണമല്ലാത്ത ഒരൊറ്റ നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. എല്ലാവരും പുസ്തകം എടുക്കും. നോട്ട് തരാം. എന്താ സാറേ, നോട്ട്സ് എടുക്കണ്ടേ? റഹീമേ, ഇക്ക വരൂ, ഇരിക്കൂ. ഇരിക്കാനല്ലേ നമ്മൾ വന്നത്. നെന്നെ നീ ഇവിടെ ഇരുത്താതിരിക്കാൻ. റഹീമേ, നീ വലിയ പഠിപ്പും പാസുള്ള ആളാണ്. എടോ, ബാക്ക് പറഞ്ഞാ ബാക്കായിരിക്കണം. നമ്മളെ ഈ സ്ഥലം നീ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒഴിഞ്ഞതാന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് ഇപ്പോഴും നീ ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാണ്. നമ്മളെ പോലെ കൊള്ളാവുന്ന യോഗ്യന്മാരെ നീ എന്നെ കുറഞ്ഞേൽപ്പിക്കാണ്. ഇക്ക, ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ വേണ്ടി ഞാൻ പല സ്ഥലങ്ങളും നോക്കി. ഒന്നും ഒത്തു കിട്ടിയില്ല. വലിയ വാടക കൊടുത്ത് ഒരിടത്തേക്ക് മാറാൻ എനിക്ക് നിവർത്തിയില്ല. എന്തേ? നീ കാശ് വാങ്ങിയിട്ടില്ലേ പിള്ളേരെ പഠിപ്പിക്കണത്? ഈ കുട്ടികളിൽ പലരും പാവങ്ങളാണ്. ഫീസ് ഇല്ലാതെ ഞാൻ ഇവരെ പഠിപ്പിക്കുന്നത്. ഇക്ക ഉദ്ദേശിക്കുന്നത് പോലെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കച്ചവടമായിട്ട് ഞാൻ കരുതിയിട്ടില്ല. ഒരു സേവനമാണ്. അത് നിന്റെ കാര്യം. ഞമ്മക്ക് നമ്മുടെ സ്ഥലം പൊഴിഞ്ഞു കിട്ടണം. ഇക്കക്ക, ഒരാഴ്ച കൂടി അവധി വരും. ഒരു മിനിറ്റ് തരൂല. നീ സ്ഥലം ചെയ്യണം. ഇപ്പൊ ചെയ്യണം. അതിനാണ് നമ്മൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എടാ കുഞ്ഞാമേ, ഔക്കറേ പൊക്കറ അഞ്ച്. എന്താ ബഹളം? അല്ല അളിയ, അളിയൻ അറിയാവുന്ന കാര്യമാണുള്ളത്. റഹീം വന്ന് ട്യൂഷൻ ക്ലാസ് നടത്തണമെന്ന് പറഞ്ഞപ്പോ പാവം പിള്ളേർ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ സ്ഥലം വിട്ടുകൊടുത്തു. മാസം 30 വരെ വാടക എടുത്തിട്ടുണ്ടെന്ന് വെച്ചോ. വാടകയ്ക്ക് കൊടുത്ത സ്ഥലം നമ്മൾ ഒഴിയാൻ പറയാൻ പോയിണ്ടേ? അല്ല, അതിനെന്താ? റഹീം നമ്മുടെ പയ്യനല്ലേ, എപ്പോ വേണമെങ്കിൽ ഒഴിപ്പിക്കാമല്ലോ. നിങ്ങൾ ഇരിക്കും. എന്നാ നിങ്ങളിപ്പം ഒഴിപ്പിച്ചു തന്നേര്. മജീദ് 5-6 മാസത്തിനകം എത്തൂലേ. അവന്റെ എല്ലാ കത്തിലും ബാപ്പ റഹീം തലവിഞ്ഞോ എന്ന് എഴുതി ചോദിക്കണം. ഇയാൾ ദൂഷണം നിർത്തി ഇവിടുന്ന് പോയിട്ട് വേണ്ടേ എനിക്ക് എന്റെ മോന് വേണ്ടി ഇവിടെ ഒരു കെട്ടിടം വെക്കാൻ? എന്നിട്ട് വേണ്ട അവൻ ദുബായിൽ ഇങ്ങോട്ട് വരാൻ? ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു കൊടുക്കാത്തതല്ല, സൗകര്യത്തിന് മറ്റൊരു സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ്. റഹീം, ഇന്ന് തന്നെ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കൂ. റഹീം വിഷമിക്കണ്ട. ഈ കുട്ടികളെ പഠിപ്പിക്കാൻ റഹീമിന് വേറെ സ്ഥലം തരാം. അഞ്ചലിലുള്ള എന്റെ സ്നേഹിതൻ ശങ്കരൻ നായരുടെ ഒരു വീട് ഇവിടെ അടുത്തൊഴിഞ്ഞു കിടപ്പുണ്ട്. അയാൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഇന്ന് തന്നെ ക്ലാസ് അങ്ങോട്ട് മാറ്റിക്കോളൂ. വീട്ടിൽ വന്ന താക്കോല് തരാം. വളരെ ഉപകാരം. ഓക്കെ, നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞില്ലേ? പൊക്കോളേ. ഇനി ഏതായാലും നമുക്ക് നാളെ ക്ലാസ് എടുക്കാം. വാ മോളെ, പോ. അളിയനും വാ, വീട്ടിൽ കയറിയിട്ട് പോ. അളിയനിപ്പോ അവിടെ വന്നത് അവന്റെ രക്ഷ. ഇല്ലെങ്കിൽ അവനിട്ട് 2 കൊടുത്തിട്ട് നമ്മൾ അവനെ അവിടെ ഇറക്കി വിട്ടേനെ. അതെന്തിനാ മാമ? റഹീം സാർ എന്നെ പഠിപ്പിക്കുന്നതിന്റെ കൂലിയാണോ? അവന്റെ ഒരു പഠിപ്പിക്കല് അവൻ പഠിപ്പിച്ച പിള്ളേർ നേരെ ആവൂല. അവന്റെ ഉമ്മ ആരാന്നറിയോ അലീന്? എന്റെ ഉമ്മാന്റെ വീട്ടിൽ വേലയ്ക്ക് എന്നോളാ. അവന്റെ ബാപ്പാന്റെ പേര് മോയിനക്കുട്ടിന്നാ. ഇന്റെ ബാപ്പയാണ് അയാളെ പൊന്നാനി കൊണ്ടുപോയി തൊപ്പിടിച്ച് മുസ്ലിമാക്കിയത്. കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായതാണെന്നാ ചരിത്രം പറയുന്നത്. നെല്ലിലൊക്കെ അവൻ പഠിപ്പിച്ച ചരിത്രങ്ങളായിരിക്കും. അളിയാ, ഇനി ഇത്തരം ചരിത്രങ്ങൾ പഠിക്കാൻ ഇവളെ അവന്റെ ട്യൂഷൻ ക്ലാസ്സിൽ വിടണ്ട. ഇവളെ കോളേജ് പഠിപ്പിക്കുന്ന റഹീമാണ്. അതുകൊണ്ടാണ്
അവൾ അവിടെ തന്നെ ട്യൂഷൻ അയച്ചത്. ആ അളിയൻ അറിഞ്ഞോ, ദുബായിൽ നിന്ന് മജീദിന്റെ ഒരു കത്തുണ്ട്. ആ ഇതാ. അള്ളോ, സൂര്യോ. ആ. ഉമ്മ ഉമ്മ, എന്താ മോളെ? ദാ മാമ വന്നിരിക്കുന്നു. ദാ വരണു. ഇരിക്കളിയാ. അല്ല, ഇക്കാക്ക് 3-4 ദിവസമായിട്ട് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ആ അത് പിന്നെ എങ്ങനെ? നിന്റെ എക്കാക്കയ്ക്ക് കേസും വഴക്കും കൂട്ടുമൊക്കെ കഴിഞ്ഞിട്ട് സമയമുണ്ടോ? ഇപ്പൊ ഇക്കാക്ക് ആരുമായിട്ടാ ബൈക്കുണ്ടാക്കിയത്? അല്ലടി, റഹീം ട്യൂഷൻ ക്ലാസ് നടത്തുന്ന നമ്മുടെ സ്ഥലം. ഞാൻ എത്ര പറഞ്ഞിട്ട് അവൻ ഒഴിഞ്ഞിരുന്നില്ല. ആഹാ, അവൻ അത്രയ്ക്കായോ? പഴയതൊക്കെ അവൻ മറന്നെന്നാ തോന്നണേ. ഞമ്മടെ ചട്ടിയിലെ വെള്ളം കുടിച്ച് അവൻ വളർന്നത്. ഇക്കൊക്കെ അങ്ങോട്ട് കയറി അവന്റെ ചെപ്പക്കുത്തി കെട്ടിരുന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നോ? അതൊന്നും കൂടാതെ തന്നെ അവൻ അവിടുന്ന് മാറാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു. നീ പോയി ചോറ് വിളമ്പ്. ആ അപ്പോഴേ മജീദ് ദുബായിൽ നിന്ന് വന്ന ഉടനെ തന്നെ സഫി അവനും തമ്മിലുള്ള നിക്കാഹ് നടത്തണം. നേരം വെളുത്താല് വൈകണത് വരെ അവന്റെ ഉമ്മ അതന്നെയാ പറയണത്. അതിനെന്താ, അവര് തമ്മിലുള്ള നിക്കാഹ് അവരുടെ ചെറുപ്പത്തിലേ നമ്മൾ വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതല്ലേ? അല്ല, ഇപ്പോഴത്തെ കാലത്തെ വാക്ക് പലതും തെറ്റുന്നുണ്ട്. നമ്മൾ അബ്രമാന്റെ മോളെ സുലൈമാനെ കൊണ്ട് കെട്ടിക്കാന്ന് പറഞ്ഞതാ, അത് തെറ്റി. അതും ഇതുപോലെ അളിയന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പറഞ്ഞുറപ്പിച്ചതാ. ഭാനുമതി, എന്താ പോയ കാര്യം എന്തായി? അത് നടക്കില്ല ഭാനുമതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിരിക്കുന്നു. എന്റെ ഈശ്വര, ഒരു നസ്രാണി ചെറുക്കന്റെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് ആ രാഘവക്കുറുപ്പന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ആരുടെ മുമ്പിലും തലകുനിച്ചിട്ടില്ല ഭാനുമതി. നിന്റെ മോള് കാരണം അതും വേണ്ടി വന്നു. ഞാൻ തീരുമാനിച്ചു ഭാർഗവനെ കൊണ്ടുള്ള കല്യാണം കഴിപ്പിക്കാൻ. നാളെ ജോത്സ്യനോട് കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു മോളേ ഉള്ളൂ. അവളെ നിങ്ങളുടെ അനന്തരവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഭാനുമതി, വെറുതെ ചൂടുപിടിക്കരുത്. പുറത്തിറങ്ങി നടക്കുന്നവർക്ക് അറിയാൻ പാടുള്ളൂ നിന്റെ മകളെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്. ഇന്നും അവനോട് കൂടെ ബസ് സ്റ്റാൻഡ് അടുത്ത് സംസാരിക്കുന്നത് രാഘവക്കുറുപ്പ് കണ്ടതാ. വല്ലവരും പറയുന്നത് കേട്ടോണ്ട് സരളെ ആ കള്ളുകൂടി എന്റെ തലയിൽ വെച്ച് കെട്ടരുതേ. ഓടിയത് ഈ ലോകത്ത് ഭാർഗവം മാത്രം അലരെ കള്ളു കുടിക്കുന്നത്. ഏതായാലും സരള ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആ ക്രിസ്ത്യാനിച്ചനെ കൊണ്ട് എത്തിക്കണമെന്നാണോ? എന്റെ ജീവനുള്ള വേല നടക്കില്ല. ഞാൻ പാലമൂട്ടി ശങ്കരൻ നായരാണെങ്കിൽ ഒരാഴ്ചക്കകം അവളുടെയും ഭാർഗവന്റെയും കല്യാണം നടന്നിരിക്കും. മകള് മോളിരുന്ന് പഠിക്കേ. ഐഷ, ദാ വരണു. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? നമ്മുടെ സരളയുടെ കല്യാണം നിശ്ചയിച്ചു. ശങ്കരൻ നായരുടെ മരുമകൻ ഭാർഗവൻ തന്നെയാ ചെറുക്കൻ. അവനെപ്പറ്റി പൊതുവേ നല്ല അഭിപ്രായമല്ല. എങ്കിലും സാരമില്ല, കല്യാണം കഴിഞ്ഞാലെല്ലാം ശരിയായിക്കോളൂന്നാ ശങ്കരൻ നായർ പറയുന്നത്. സരള ഞമ്മക്ക് ഞമ്മടെ മോളെ പോലെ തന്നെയാ. എവിടെ ആയാലും അവള് നന്നായിട്ട് കഴിഞ്ഞാ മതി. ഉമ്മ, സരള ചേച്ചിയുടെ കല്യാണത്തിന് കൊടുക്കാൻ എനിക്കൊരു മോതിരം പണിച്ചു തരണം. തരാടി മോളെ. കല്യാണത്തിനുള്ള ഡ്രസ്സും അന്നത്തെ ചെലവും നമ്മുടെ വകയാണെന്നാ ഞാൻ ശങ്കരൻ നായരോട് പറഞ്ഞിരിക്കുന്നു. ആ. എല്ലാം മതിയല്ലോ. ഇനി വല്ല ആവശ്യമുണ്ടെ പറയണം. അവളെ എവിടെ വിളിക്കാം? അവളോട് ഇതൊക്കെ ഒന്ന് കാണട്ടെ. വിളിക്ക്. മോളെ സരളേ, സരളേ. ഈയോടാ, ഇത്ര നേരത്തെ ഉറങ്ങിയോ? ശാരദേ, എടി ശാരദേ, എടി എഴുന്നേക്കാൻ. എടി സരള എവിടെ?
മുറിക്കകത്തോടൊന്നും ഉറങ്ങുന്നുണ്ടായിരുന്നല്ലോ അച്ഛമ്മ. ഇനി മുറിക്കകത്ത് കാണാത്തോണ്ടല്ലേ നിന്നോട് ചോദിച്ചത്. പിന്നെ ഈ നേരത്തെ എവിടെ പോനാ അച്ഛമ്മ? എന്റെ ഈശ്വരാ, അവള് രാത്രിയിൽ എവിടെ പോയി? എന്താടി അവളെ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പുറത്തോ ഇപ്പുറത്തോ പോയി നോക്കടി. സോമ സോമ എന്താ സരള എവിടെയും കാണുന്നില്ല. ഇവിടെ എങ്ങനെ കാണാന്? അവളെ ആന്റണിയുടെ കൂടെ കാണും. നീ എന്താണ് ഈ പറയുന്നത്? എന്താ പറഞ്ഞതെന്ന് അച്ഛന് മനസ്സിലായില്ലേ? ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നതാ അവന്റെ അവളുടെയും കാര്യം. ഈ കാര്യത്തിൽ ഞാൻ അവളെ ഒന്ന് അടിച്ചതിന് അച്ഛൻ എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ എന്തായി? അയ്യോ, ഈ കുടുംബത്തിന്റെ മാനം പോയെന്നാ തോന്നുന്നത്. അവളെ ഇവിടെ എങ്ങും കാണുന്നില്ല. നീ ഒരുത്തിക്കാരനാണ് അവിടെ വഷളായത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാച്ച. അവരെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ തൂളാക്കിയനായിരുന്നു. കിട്ടിയ പിന്നെ നീ എന്തിനാടാ? എനിക്കറിയില്ല ഇത് ചെയ്യാൻ. ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ അമ്മാനോട് നേരത്തെ പറഞ്ഞതാ. അന്നൊക്കെ ഞാൻ കള്ളുകൂടിയനാണ്, തോന്നിവാസിയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി. ഇപ്പോഴെന്തായി? എനിക്ക് സരളയെ കിട്ടിയേ തീരുമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ അവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്. നിങ്ങളുടെയും കുടുംബത്തിന്റെയും മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിനെ സമ്മതിച്ചത്. അതൊക്കെ പോട്ടണ ഭാർഗവ. എങ്ങനെയെങ്കിലും അവറ്റകളൊന്ന് കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു. ചായ. മോളെ സഫിയ, ആ ഫോൺ എടുക്ക്. ഹലോ. ആ ഉണ്ട്. ആ വിളിക്കാം. ബാപ്പ വേഗം വന്നേ, അച്ഛനാണ് വിളിക്കുന്നത്. ഹലോ, ഞാനാണ്. സരളയോ? ഇവിടെ വന്നില്ലല്ലോ. എന്താ കാര്യം? വല്ല വഴക്കോ പിണക്കോ വല്ലതും ഉണ്ടായോ? ബന്ധുക്കളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചില്ലേ? കാതറിനെ കവിഞ്ഞ് എനിക്കൊരു ബന്ധു വേറെ ആരാണുള്ളത്? ആ, നിങ്ങൾ വിഷമിക്കായി. എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കും. സരളൻ എന്ത് പറ്റിയെന്നാ? എന്താണെന്ന് പറ മനസ്സിനെ. പറയാൻ സുഖമുള്ള കാര്യമല്ല. സരള ഏതോ ഒരു ക്രിസ്ത്യാനി ചെറുക്കനോട് ഒളിച്ചോടി. എന്താ റബ്ബേ ഇതാ പറയണത്? നേരത്തിനും കാലത്തിനും പെമ്പിള്ളേരെ കെട്ടിച്ചു വിടണമെന്ന്. ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ വരും. കെട്ടിച്ചാലും ഇല്ലെങ്കിലും സരള ചേച്ചി ചീത്തയൊന്നുമല്ല. അതുകൊണ്ടാണ് ഒളിച്ചോടി പോയത്. നീ ഒന്നും മിണ്ടാതിരിക്കേഷ. ശങ്കരനാരുടെ മോക്കൊരു അബദ്ധം പറ്റുന്നത് നമ്മുടെ മോക്ക് പറ്റുന്നവരാണെന്ന് കരുതിക്കോ. മോളെ, മോള് വന്ന എവിടെയായിരുന്നു മോളെ? ബാപ്പ എനിക്ക് മാപ്പ് തരണം. ഞാൻ എല്ലാം സമാധാനമായിട്ട് പറയാൻ മോളെ. മോളെ കണ്ടു കിട്ടിയല്ല, അത് മതി. മോള് വാപ്പയുടെ പൈസ എടുത്തോണ്ട് വാ. മോൾ അകത്തേക്കല്ലേ? ആയിഷ, മോക്ക് നല്ല ക്ഷീണം കാണും, കുടിക്കാൻ വല്ല കൊടുക്ക്. വേണ്ട ബാപ്പ. ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. ചെല്ലേ. ഇതാ ബാപ്പ. എത്ര പൈസയാ വേണ്ടത്? പറഞ്ഞോ. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്റെ മോളെ കൊണ്ടുവന്നതല്ലേ. എന്താ ഒന്നും മിണ്ടാത്തത്? കൂലി എത്രയാണെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോവോ? ഒരുമിച്ച് ജീവിക്കാനാ? നീ ഏത് ജാതിക്കാരനാ? മനുഷ്യരിൽ മൃഗമാകാത്തൊരു ജാതിയുണ്ട്, അതിലൊരുത്തനാ ഞാൻ. ഞമ്മക്കൊന്നേ പറയാനുള്ളൂ. സരള വീട്ടിലേക്ക് തിരിച്ചു പോയില്ലെങ്കിൽ ശങ്കരൻ നായരും ഭാനുമതിയും ഇങ്ങോട്ട് വരുത്തു. ഉമ്മ, അതിനേക്കാൾ നല്ലത് ഉമ്മയുടെ കൈകൊണ്ട് എനിക്കല്പം വിഷം തരുന്നതാണ്. എന്നിട്ട് അവള് പോയി ജയിലിൽ കിടക്കണമായിരിക്കും. ഇവിടെ കരച്ചിലും പിഴിച്ചിലും ഒന്നും വേണ്ട. വന്നതൊക്കെ വന്നു. ഇനി ആലോചിച്ച് വേണ്ട ചെയ്യാം. മോളെ സഫിയ, ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോയി കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കുമ്പോ. എനിക്കൊന്നും വേണ്ട പാപ്പ. ഇവിടെ നിരാഹാര സത്യാഗ്രഹം ഒന്നും വേണ്ട. പറഞ്ഞ കേട്ടാ മതി. ഓ വാ ചേച്ചി.
മറ്റുള്ളവരെ പിന്നാലെ ഓടിപ്പിക്കുന്നത് ഒരു വിനോദമാണല്ലേ? സഫിയ പിന്നാലെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇനി എപ്പോഴും പിന്നാലെ കാണുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ശരി. അല്ല, എന്തിനാ ഇപ്പൊ പിന്നാലെ ഓടിയെത്തിയത്? ഒന്ന് കാണാൻ. ഞാനെന്താ കാഴ്ച വസ്തുവാണോ? അല്ല, കാണാൻ കൊതിക്കുന്ന വസ്തു. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. ഓ, കാര്യം പറയുന്നതിന് മുമ്പേ പോകാൻ ധൃതിയായോ? എന്ത് കാര്യം? പറയുന്നേ. അല്ല, പ്രണയവിവാഹം നടത്തുന്നവരെ കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയത്. ആരാ ഇപ്പൊ പ്രണയവിവാഹം നടത്തിയത്? എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയാ, സരള എന്ന പേര്. പാവം, അന്യജാതിയിലുള്ള ഒരാളെ സ്നേഹിച്ചുകൊണ്ട് ബന്ധുക്കളെല്ലാം ശത്രുക്കളായി. ഇനി എഴുന്നേക്കാൻ പറ്റുമോ? പിന്നെ ഇതൊന്നും വലിയ കാര്യമില്ല. 10 കോഴിന്റെ ബിരിയാണി ഒന്നിച്ച് നമ്മള് തിന്നും. അത് കണ്ടറിയാം. നിനക്കുണ്ണാൻ ചോറുണ്ടല്ലോ. കൊണ്ടേ കഴിച്ചോളാം. എന്നാ ഞാൻ പോട്ടെ. അധികം ടൗണിലേക്കൊന്നും പോകണ്ട. നീ പേടിക്കാതിരി കൊച്ചേ. 2 ദിവസമായിട്ട് ഞാൻ ടൗണിൽ തന്നെയാ ഓടുന്നത്, അറിയോ? നമ്മളും ടൗൺ വരെ ഉണ്ട്. എന്നാ കണിയന്നൻ വണ്ടിയിലോട്ട്. അയ്യോ വേണം. ഇപ്പൊ എനിക്ക് മതി. വയ്യ. അളിയനന്വേഷിച്ച നാട് മുഴുവൻ ചുറ്റി. എന്താ പ്രത്യേകിച്ച്? ആന്റണി പുനലൂരുണ്ട്. പുനലൂര്? അതെ, അവിടുത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവനൊരു സ്ഥിര ഓട്ടക്കാരനാണെന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, ആന്റണിയും സരളയും താമസിക്കുന്ന സ്ഥലവും ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഇപ്പൊ തന്നെ പോടാ. ചേട്ടനോ? വരി ചേട്ടാ. ചേട്ടൻ? ആരെയല്ലേ ചേട്ടൻ? എവിടെയാ? ഇവിടെ ഇല്ല. ഓഹോ, നമ്മൾ വരുന്ന കണ്ട് പേടിച്ച് ആന്റണി എവിടെങ്കിലും ഒളിച്ചതായിരിക്കും. അദ്ദേഹം അവനൊരു ഭീരുവല്ല. നിന്റെ ഒരു അദ്ദേഹം. നിന്നെ അവനെ കൊന്നു കുഴിച്ചു മൂടാനാണ് ഞങ്ങളിവിടെ വന്നത്. അതിന് നിങ്ങളെ കൊണ്ട് കഴിയില്ല. പിടിച്ചു വണ്ടി കയറ. തൊട്ടുപോകരു തന്നെ. ചേട്ടന് നാണമില്ലേ? സ്വന്തം സഹോദരി അപമാനിക്കാൻ ഒരുത്തനെ കൊണ്ട് വന്നിരിക്കുകയാണല്ലേ? നീ അവരുടെ സഹോദരി. തറവാടിന്റെ മാനം കെടുത്തി കണ്ട നസാനോട് ഒളിച്ചോടി പോയോളെ. വായുവേ.
ഭഗവാ, നമുക്ക് ഇപ്പൊ പോവാം. ആ